ജോസിൽ കൂടി ചേരുകയാണ്. ജോസിൽ, ഇടവിട്ട് മഴയാണ് ഇടുക്കിയുടെ വിവിധ ഭാഗങ്ങളിൽ. അത് മാത്രവുമല്ല, തമിഴ്നാടിനോട് ചേർന്ന ഒരു ജില്ല കൂടിയാണ്. തമിഴ്നാടിൻ്റെ വിവിധ പ്രദേശങ്ങളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. നീലഗിരി, കോയമ്പത്തൂർ അടക്കമുള്ള ഭാഗങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് പറയുന്നു. മലയോര മേഖലയിൽ എങ്ങനെയാണ് അവസ്ഥ? ഷമി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇടപെട്ട് ഉള്ള മഴയാണ് ഇടുക്കിയിൽ ഇപ്പോൾ ഉള്ളത്. കുറച്ച് മുമ്പ് വരെ ശക്തമായ മഴ തൊടുപുഴ മേഖലയിലടക്കം ഉണ്ടായിരുന്നു. ഈ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഹൈറേഞ്ച് മേഖലയിൽ അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. നിലവിൽ ഏതായാലും ഈ മണ്ണിടിച്ചിൽ അടക്കമുള്ള കാര്യങ്ങൾ പതിയെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ആദ്യത്തെ മണ്ണിടിച്ചിൽ വാർത്ത പുറത്തു വരുന്നത് ഈ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപം. നമുക്കറിയാം, കൊച്ചി മൂന്നാർ റൂട്ടിലെ ഒരു പ്രധാനപ്പെട്ട ആകർഷക കേന്ദ്രമാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം. അതിൻ്റെ സമീപത്ത് ഒരു മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി മുറിഞ്ഞപുഴയ്ക്ക് സമീപം മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ചെറിയ രീതിയിലൊക്കെ മണ്ണിടിച്ചിലും ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നത് ഈ മഴയോടൊപ്പമുള്ള കാറ്റിൽ മരങ്ങൾ വീണ് അപകടങ്ങൾ ഉണ്ടാകുന്നു. ഇന്നലെ അത്തരത്തിൽ പരിക്കേറ്റ ഒരു മധ്യപ്രദേശ് സ്വദേശിയായിട്ടുള്ള ഈ പാമ്പാടുംപാറ എസ്റ്റേറ്റിലെ തൊഴിലാളിയായ മാലതി എന്ന് പറയുന്ന സ്ത്രീക്ക് ഇന്നലെ പരിക്കേറ്റ് തേനി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ഇന്ന് മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ നെടുങ്കണ്ടം കട്ടക്കാല കോമളത്തിൻ്റെ വീട്ടിലേക്ക് മരവും അതുപോലെ തന്നെ ഇലക്ട്രിക് ലൈനും എല്ലാം വീണ് വീട് ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നെടുങ്കണ്ടം തിങ്കൾക്കാട് രാജക്കാട് മേഖലയിൽ വൻ മരം റോഡിലേക്ക് വീണിട്ടുണ്ട്. അതുപോലെ നെയ്യശ്ശേരി റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സമുണ്ട്. ഏതായാലും ഈ ഫയർഫോഴ്സും അതുപോലെ തന്നെ അതിൻ്റെ കീഴിലുള്ള സിവിൽ ഡിഫൻസും നാട്ടുകാരുമെല്ലാം വളരെ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ജില്ലാ ഭരണകൂടവും വളരെ ഉണർന്നു തന്നെയാണ് പ്രവർത്തിക്കുന്നത്. എല്ലാ താലൂക്കുകളിലും കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. നിലവിൽ ജില്ലയിൽ 2 ഡാമുകളാണ് തുറന്നിരിക്കുന്നത്. ഒന്ന് മലങ്കര ഡാമും അതുപോലെ തന്നെ കല്ലാർകുട്ടി ഡാമും ആണ് തുറന്നിരിക്കുന്നത്. എല്ലാ മേഖലയിലും കൃത്യമായ വിലയിരുത്തലുകൾ. അതുപോലെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാ പഞ്ചായത്തുകളിലും കൺട്രോൾ റൂമുകൾ തുറക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. അങ്ങനെ മുൻകാലങ്ങളിൽ മഴക്കാലവുമായി ബന്ധപ്പെട്ട് വലിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായ ജില്ല എന്ന നിലയിൽ എല്ലാവിധ ഒരുക്കങ്ങളുമായിട്ടാണ് ജില്ലാ ഭരണകൂടം മുമ്പോട്ട് പോകുന്നത്. ഷമ്മി, തീർച്ചയായും ജോസിൽ, സംസ്ഥാനത്ത് വ്യാപകമായ മഴയ്ക്ക് സാധ്യത. മലയോര മേഖലകളിൽ പ്രത്യേകമായ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഡാമുകൾ ചിലതൊക്കെ തുറന്ന് വിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നുള്ള നിർദ്ദേശവും വന്നിട്ടുണ്ട്. മഴക്കാലമായതിനാൽ മരങ്ങൾ കടപുഴകി വീണുള്ള അപകടങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്നു. വാഹനം ഡ്രൈവ് ചെയ്യുന്നവരും വലിയ മഴയത്ത് വാഹനം പരമാവധി ഒതുക്കി നിർത്താനുള്ള ശ്രദ്ധ കാണിക്കണം എന്നുള്ള മുന്നറിയിപ്പ് കൂടിയുണ്ട്.